പി.കെ. ഫിറോസ് എന്ന സഹപ്രവർത്തകൻ, പി.കെ. ഫിറോസ് എന്ന ഐക്യജനാധിപത്യ മുന്നണിയിലെ യുവജന പ്രസ്ഥാനങ്ങളുടെ നേതാവ്, അതിനെല്ലാം ഉപരി ഒരു സഹോദരനും സുഹൃത്തുമായി പ്രതിസന്ധിയിലും ഗുണത്തിലും ദോഷത്തിലുമെല്ലാം കൂടെ താങ്ങായി തണലായി നിൽക്കുന്ന ആളുകളാണ്. 9858 എന്ന നമ്പർ ഞാൻ കാണാതെ പഠിച്ചിട്ട് ഒരുപാട് നാളായി. അതിന് ഓരോ കൊടുവള്ളിക്കാരനും ആ നമ്പർ ഹൃദ്യസ്ഥമായിരിക്കുമെന്ന കാര്യത്തിന് എനിക്ക് ഉറപ്പാണ്, തീർച്ചയാണ്. കാരണം അതിനപ്പുറത്ത് എപ്പോഴും നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഹലോ ഉണ്ട്. അതിനപ്പുറം എപ്പുറത്തും നമ്മൾ എന്തിനും വിളിച്ചു പറയുമ്പോൾ അതെന്തെന്ന് കേൾക്കാൻ, ആവുന്ന തരത്തിൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ, നിർദ്ദേശങ്ങൾ പറയാൻ, അല്ലെങ്കിൽ തിരുത്താൻ, പറയാൻ, ഒപ്പം അഭിനന്ദിക്കാൻ, ചിലപ്പോഴൊക്കെ വിമർശിക്കാൻ, കളിയാക്കാൻ, ചിരിക്കാൻ, എല്ലാത്തിനും കൂടെ നടക്കുന്ന ഒരു സുഹൃത്തിനെയാണ് ഇനി കൊടുവള്ളിക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും ഈ നാടിന്റെ അഭിമാനമായി ഒരു ജനപ്രതിനിധി മാറുമെന്ന കാര്യത്തിന് ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തു പറയാനുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ എന്ന നിലക്ക് പലപ്പോഴും ഞങ്ങൾ എല്ലാവരും പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും ഭരണകൂടത്തിനെതിരെ, മന്ത്രിമാർക്കെതിരെയൊക്കെ ആർജവത്തോടെ സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. ചിലപ്പോൾ പറയാറുണ്ട്, ആ കസേരയിൽ നിങ്ങളെ അധികകാലം തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന്. ആ വിഷയത്തിന്റെ ഗ്രാവിറ്റി, ഇന്റൻസിറ്റി വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞതിനെ പ്രാവർത്തികമാക്കിയ ഒരു യുവജന നേതാവിനെ, ഒരു യുവജന രാഷ്ട്രീയ പ്രവർത്തകനെ, ഒരു യുവജന സംഘടനാ പ്രസിഡന്റിനെ, ജനറൽ സെക്രട്ടറിയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ കെ.ടി. ജലീലിനെ രാജിവെപ്പിക്കാൻ പോരാടിയ പി.കെ. ഫിറോസ് എന്ന പൊതുപ്രവർത്തകൻ, ആ പൊതുപ്രവർത്തകൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു, പി.കെ. ഫിറോസ് എം.എൽ.എ. ആയാൽ എന്തായിരിക്കും അദ്ദേഹം നന്നായി ചെയ്യുക എന്നുള്ളത്. ആദ്യം എനിക്ക് തോന്നി ഇയാൾ മനോഹരമായി അസംബ്ലിയിൽ പ്രസംഗിക്കുമെന്ന് പറയാൻ. പിന്നെ എനിക്ക് തോന്നി ഇയാൾ മനോഹരമായി കോൺസ്റ്റിറ്റ്യുവൻസി മാനേജ് ചെയ്യുമെന്ന് പറയാൻ. പിന്നെ എനിക്ക് തോന്നി ഇയാള് മനോഹരമായി ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുമെന്ന് പറയാൻ. ഒന്നും കൂടെ സ്പെസിഫിക് ആയി ഞാൻ ചിന്തിക്കുമ്പോ ആ സമരങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്ത വിഷയങ്ങളിൽ പടിപടിയായി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ കാണുമ്പോ ഒരു കാര്യം നിങ്ങൾ എഴുതി ഒപ്പിട്ടോ, നിങ്ങൾ കൊടുക്കുന്ന ഒരു നിവേദനത്തിനോ, നിങ്ങൾ വെക്കുന്ന ഒരു നിർദ്ദേശത്തിനോ ഏറ്റവും നന്നായി കേരളത്തിൽ ഫോളോ അപ്പ് ഉണ്ടാകുന്ന ഒരു എം.എൽ.എ. നിങ്ങൾ തെരഞ്ഞെടുത്താൽ അത് പി.കെ. ഫിറോസ് ആയിരിക്കും എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഏറ്റെടുക്കുന്ന വിഷയങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരാളാണ്. ഞാൻ ആലോചിക്കുക, അദ്ദേഹം മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകനാണ്. ഞാൻ നോക്കിയപ്പോ പുതുപ്പള്ളിയിൽ മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയല്ല, തൃക്കാക്കരയിൽ മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയല്ല, പാലക്കാട് മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയല്ല, നിലമ്പൂരിൽ മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയല്ല. അവിടെയെല്ലാം മത്സരിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിരുന്നു, യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി